അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബഹുമാനപ്പെട്ട ഡോക്ടർ സൈനുദ്ദീൻ സാഹിബ് റാഹത്താണെന്ന് വിശ്വസിക്കുന്നു. നമ്മുടെ ചർച്ച ആരംഭിക്കാം. തബ്ലീഗ് ജമാഅത്ത്, ദയൂബന്ദി മസ്ലക്ക്, ബറേലി മസ്ലക്ക് ഇവയുമായി ബന്ധപ്പെട്ടാണ് നമ്മുടെ ചോദ്യങ്ങൾ. അൽഹംദുലില്ലാഹ്, ആദ്യമായി ചോദിക്കുന്നത് ദയൂബന്ദി മസ്ലക്ക്, ബറേലി മസ്ലക്ക് ഇവയുടെ രൂപീകരണം എപ്പോൾ മുതലാണ്? എപ്പോഴാണ് ഇവ രൂപീകരിക്കപ്പെട്ടത്? ചിലർ പറയുന്നത് കേട്ടിട്ടുണ്ട്, ദയൂബന്ദി ദാറുൽ ഉലൂമിൽ പഠിച്ച മൗലാന അഷ്റഫ് അലി താനവിയും അലാ ഹളറത്ത് മൗലാന അഹമ്മദ് റിളാ ഖാൻ ബറേലവിയും തമ്മിലുള്ള അഭിപ്രായാന്തരം മുതലാണ് ഈ ഒരു മസ്ലക്ക് രൂപീകരിക്കപ്പെട്ടത്. അത് ശരിയാണ്? വിശദമായ മറുപടി പ്രതീക്ഷിക്കുന്നു. ജസാക്കല്ലാഹു ഖൈർ. വഅലൈക്കുമുസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഈ വിനീതനെ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പായിട്ട് നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അൽഹംദുലില്ലാഹ്. അപ്പോൾ ആ വീഡിയോക്ക് പല പ്രതികരണങ്ങളും വന്നു. അപ്പോൾ അതിൽ നമ്മുടെ ഒരു സുഹൃത്ത് ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് ചോദിച്ച ചോദ്യമാണ് ഇപ്പോൾ നമ്മളിവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അദ്ദേഹം ചോദിക്കുന്ന ചോദ്യം എന്താണെന്ന് വെച്ചാൽ, ഈ ദയൂബന്ദി ധാരയും ബറേൽവി ധാരയും ഉണ്ടാവാനുള്ള കാരണവുമായി ബന്ധപ്പെട്ട ഒരു സംഭവമായിട്ട് പൊതുവെ പ്രചരിപ്പിക്കപ്പെടുന്ന ഒരു സംഭവമാണിത്. അതായത് ദയൂബന്ദി ധാരയുടെ വക്താവായ അഷ്റഫ് അലി ഥാനവിയും അതുപോലെ തന്നെ ബറേൽവി ധാരയുടെ വക്താവായിട്ടുള്ള അഹമ്മദ് റിളാ ഖാൻ ബറേൽവിയും രണ്ടാളും ദാറുൽ ഉലൂം ദയൂബന്ദിൽ പഠിച്ചവരായിരുന്നു, സഹപാഠികളായിരുന്നു. പിന്നെ അവർ തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞപ്പോൾ അഹമ്മദ് റിളാ ഖാൻ ബറേൽവി ഇവരുടെ അഷ്റഫ് അലി ഥാനവിക്ക് ഇതിൽ കോപിച്ച് അങ്ങനെ പ്രശ്നങ്ങളായി. പിന്നെ അത് ഈ രണ്ട് മക്തബത്തുൽ ഫിക്റിൻ്റെ പ്രശ്നങ്ങളിലേക്ക് എത്തിച്ചേർന്നു എന്നുള്ളൊരു സംസാരമുണ്ട്. അപ്പം അതാണ് നമ്മുടെ സുഹൃത്ത് ഇപ്പോൾ ഇവിടെ ചോദിക്കുന്നത്. ആദ്യമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ ഒരു വിഷയം എന്ന് പറയുന്നത് വ്യക്തമായ രീതിയിലുള്ളൊരു കളവാണെന്നുള്ളത് വളരെ എളുപ്പമായ രീതി നമുക്ക് തെളിയിക്കാൻ പറ്റും. ചരിത്ര സംഭവങ്ങൾ വെച്ചിട്ട് തന്നെ നമുക്ക് തെളിയിക്കാൻ പറ്റും. അതായത് അഹമ്മദ് റിളാ ഖാൻ ബറേൽവിൻ്റെ ജനനം എന്ന് പറയുന്നത് 1856 ജനിക്കുന്നത്. എന്നാൽ അഷ്റഫ് അലി ഥാനവി ഈ പറയുന്ന അഹമ്മദ് റിളാ ഖാൻ ബറേൽവിയേക്കാളും 7 വയസ്സിന് ഇളയതാണ്. എന്ന് വെച്ചാൽ 1863 അഷ്റഫ് അലി ഥാനവിയുടെ ജനനം. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് അഹമ്മദ് റിളാ ഖാൻ ബറേൽവിൻ്റെ പഠനം എങ്ങനെയായിരുന്നു എന്നുള്ളത് മനസ്സിലാക്കണം. അദ്ദേഹം സത്യത്തിൽ ദയൂബന്ദിൽ അദ്ദേഹം പോയി പഠിച്ചിട്ടില്ല. അദ്ദേഹത്തിൻ്റെ പഠനം എങ്ങനെയാണ് നടന്നിട്ടുള്ളതെന്ന് വെച്ചാൽ, മെയിനായിട്ട് അദ്ദേഹത്തിൻ്റെ പഠനം നടന്നിട്ട് അദ്ദേഹത്തിൻ്റെ പിതാവായിട്ടുള്ള റയീസുൽ മുത്തക്കല്ലിമീൻ നഖി അലി ഖാൻ, അതായിരുന്നു അദ്ദേഹത്തിൻ്റെ പിതാവിൻ്റെ പേര്. അവരിൽ നിന്നായിരുന്നു അദ്ദേഹം ഇത് മെയിനായിട്ട് ഇൽമ് കരസ്ഥമാക്കിയത്. പിന്നെ വേറെ ചില ഉസ്താദന്മാരുടെ പേരുകളും അതിന് കൂട്ടത്തിൽ പറയപ്പെടുന്നുണ്ട്. അപ്പോൾ അവരിൽ നിന്ന് പഠനം പൂർത്തിയാക്കിയ അദ്ദേഹം പിന്നെ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ, 14-ാമത്തെ വയസ്സിൽ അദ്ദേഹം മുഫ്തിയായിട്ടുണ്ടെന്നാണ് പറയണത്. ഈ പറഞ്ഞ അഹമ്മദ് റിളാ ഖാൻ ബറേലി 14-ാമത്തെ വയസ്സിൽ മുഫ്തി സ്ഥാനത്ത് എത്തിയിട്ടുണ്ട്. അപ്പോൾ എത്ര വലിയ, അതായത് ഈ സത്യത്തിൽ അഹമ്മദ് റിളാ ഖാൻ ബറേലി ട്രൂ ജീനിയസാണ്. അതാണ് എൻ്റെ റിയാലിറ്റി. ഒരു ബുദ്ധിജീവിയാണ്. 14-ാമത്തെ വയസ്സിൽ അദ്ദേഹം മുഫ്തി ആയിട്ടുണ്ട്, മുഫ്തി സ്ഥാനത്ത് എത്തിയിട്ടുണ്ട്. അദ്ദേഹം ഫത്വകൾ കൊടുക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ പറഞ്ഞ അഹമ്മദ് റിളാ ഖാൻ ബറേൽവി അദ്ദേഹം മാത്രമല്ല, അദ്ദേഹം ഹനഫി മദ്ഹബിൽ മുജ്തഹിദാണ് എന്നുള്ളതാണ് അഭിപ്രായപ്പെടുന്നത്. അത്രയും വലിയ പണ്ഡിതനാണ്. അപ്പോൾ ഈ 14-ാം വയസ്സിൽ അഹമ്മദ് റിളാ ഖാൻ ബറേൽവി ഈ മുഫ്തി സ്ഥാനത്തേക്ക് വരുന്ന സമയത്ത് അഷ്റഫ് അലി ഥാനവിൻ്റെ പ്രായം എന്ന് പറയുന്നത് തന്നെ 6 വയസ്സാണ്. അപ്പോൾ പിന്നെ എങ്ങനെ ഇവർ രണ്ടാളും തമ്മിൽ ഒന്നിച്ച് സഹപാഠികളാണെന്ന് പറയാം നമ്മൾ? അത് തന്നെ ഏറ്റവും വലിയ ഒരു തെറ്റായി വരുമല്ലേ. മാത്രമല്ല അഷ്റഫ് അലി ഥാനവിൻ്റെ ചരിത്രം പറയുന്നത് എന്താ വെച്ചാൽ, അദ്ദേഹം 15-ാമത്തെ വയസ്സിലാണ് ദാറുൽ ഉലൂം ദയൂബന്ദിലേക്ക് അദ്ദേഹം പ്രവേശിക്കുന്നത്. പിന്നീട് 21-ാമത്തെ വയസ്സിൽ അദ്ദേഹം പഠനം പൂർത്തിയാക്കി പുറത്തു വന്നു. ഈ അഷ്റഫ് അലി ഥാനവി ദയൂബന്ദിൽ പഠനം നടത്തിയത് പല ഉസ്താദുമാർ, അദ്ദേഹത്തിൻ്റെ യാക്കൂബ് നാനൂത്തവി അതുപോലുള്ള പല പണ്ഡിതന്മാർ, ഉന്നതരായ പണ്ഡിതന്മാരുടെ കീഴിലാണ് അദ്ദേഹം പഠിച്ചത്. ദയൂബന്ദിൻ്റെ സ്ഥാപകനായ ഖാസി നാനൂത്തവിൻ്റെ കീഴിൽ പഠിക്കാനുള്ള അവസരം അദ്ദേഹത്തിന് ഉണ്ടായിട്ടില്ല. കാരണം അദ്ദേഹം ദയൂബന്ദിലേക്ക് പ്രവേശിക്കുന്ന സമയത്ത് ഖാസി നാനൂത്തവിയുടെ അവസാന വർഷമായിരുന്നു എന്നാണ് ചരിത്രം പറയുന്നത്. അതുകൊണ്ട് എന്തില്ല, അഷ്റഫ് അലി ഥാനവിക്ക് ഒരിക്കലും ഖാസി നാനൂത്തവിൻ്റെ അണ്ടറിൽ പഠിക്കാൻ പറ്റില്ല. പക്ഷേ വളരെ പ്രഗത്ഭരായിട്ടുള്ള പല ഉസ്താദുമാരുടെ കീഴിൽ പഠിക്കാൻ സാധിക്കുകയും അദ്ദേഹം ഈ പറഞ്ഞ മാതിരി തന്നെ 21-ാമത്തെ വയസ്സിൽ അദ്ദേഹം പഠനം പൂർത്തിയാക്കി പഠനത്തിൽ നിന്ന് ഫാരിഗായി.
പക്ഷേ അദ്ദേഹം ഫാരിഗാവുന്ന സമയത്ത് ഈ പറഞ്ഞ അഹമ്മദുല്ലാ ഖാൻ ബറേൽവി എവിടെയെന്ന് നിന്നിരുന്നത് നമ്മൾ മനസ്സിലാക്കാണ്ട്. അഷ്റഫ് അലി താനവി പഠിച്ച് പുറത്തിറങ്ങണ ആ സമയത്ത് അഹമ്മദുല്ലാ ഖാൻ ബറേൽവിൻ്റെ പ്രായം എന്ന് പറയുന്നത് 28 വയസ്സാണ്. ഈ 14-ാമത്തെ വയസ്സിൽ മുഫ്തിയായി എന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ 28 വയസ്സിൻ്റെ ഈ കാലഘട്ടമായപ്പോഴേക്കും അദ്ദേഹം ഇസ്ലാമിക ലോകത്ത് തിളങ്ങി പ്രകാശിക്കുന്ന നക്ഷത്രമായിട്ടുണ്ടായിരുന്നു അഹമ്മദുല്ലാ ഖാൻ ബറേൽവി. എന്നുവെച്ചാൽ അദ്ദേഹത്തിൻ്റെ കരിയറിൽ ടോപ്പ് ലെവലിലാണ്. കാരണം വെച്ചാൽ 1301 ഹിജിരിയിൽ ഈ അഷ്റഫ് അലി താനവി പഠനം പൂർത്തിയാക്കുന്ന സമയത്ത് അഹമ്മദുല്ലാ ഖാൻ ബറേൽവി ഉന്നതനായ ഒരു മുഫ്തി മാത്രമല്ല 75ഓളം ഗ്രന്ഥങ്ങൾ അദ്ദേഹം എഴുതിയിട്ടുണ്ടായിരുന്നു. അത് 75 ഗ്രന്ഥങ്ങൾ എഴുതിക്കണമെന്ന് പറയാൻ കാരണം 1301 ഹിജിരിയിലാണ് ഈ പറഞ്ഞ അഷ്റഫ് അലി താനവി പഠനം പൂർത്തിയാക്കി പുറത്തിറങ്ങുന്നത്. 1300 ഹിജിരിയിൽ അഹമ്മദുല്ലാ ഖാൻ ബറേൽവി ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഒരു വലിയൊരു സംവാദം ചില ഉന്നത പണ്ഡിതന്മാരുമായി നടത്തിയാണ്. അപ്പോൾ ആ സംവാദ ചരിത്രം രേഖപ്പെടുത്തുന്നിടത്ത് പറയുന്നുണ്ട് 75 കിതാബുകൾ അന്ന് ആ കാലഘട്ടമായപ്പോഴേക്ക് തന്നെ അഹമ്മദുല്ലാ ഖാൻ ബറേൽവി എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, എഴുതി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവർ തമ്മിൽ ഒരു സ്ഥലത്ത് പഠിച്ചു, എന്നിട്ട് ഇവർ തമ്മിൽ പ്രശ്നമായി എന്നൊക്കെ പറയുന്നതൊക്കെ വെറും എന്താണ് പറയുക, വ്യക്തമായ രീതിയിലുള്ള ദുഷ്പ്രചരണങ്ങളാണ്. അതിലൊന്നും ആരും വഞ്ചിതരാവാതിരിക്കുക, അതൊന്നും സത്യമല്ല. പിന്നെ ഈ ദൈവബന്ദി മസ്ലക്കും ബറേലി മസ്ലക്കും എങ്ങനെയാണ് രൂപീകരിക്കപ്പെട്ടതെന്ന് പറഞ്ഞാൽ, ഇത് സത്യത്തിൽ ബ്രിട്ടീഷ് ഇന്ത്യൻ്റെ പ്രത്യേകമായ പശ്ചാത്തലത്തിലാണ് ഈ രണ്ട് മസ്ലക്കുകൾ രൂപം കൊള്ളുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞു, ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള സ്വാതന്ത്ര്യ സമരം 1857 എന്ന് പറയുന്നത് ഇന്ത്യ ചരിത്രത്തിലെ വളരെ നിർണായകമായ കാലഘട്ടമാണ്. ആ ഒരു സമയത്ത് ബ്രിട്ടീഷുകാർക്കെതിരെ പോരാട്ടം നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഈ ഫൗലേഹ് ഹൈറാബാദി എന്ന് പറയുന്ന വലിയ പണ്ഡിതൻ, അദ്ദേഹം ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള ജിഹാദ് ഫർളു ഐനാണ് എന്ന് പറഞ്ഞ് ഫത്വ കൊടുക്കുകയും കാലാപാനി എന്ന് പറയുന്ന ദ്വീപിലേക്ക് അദ്ദേഹം നാട് കടത്തപ്പെടുകയാണ് ചെയ്യുന്നത്. പിന്നീട് അദ്ദേഹം അവിടെ വെച്ചിട്ടാണ് വഫാത്താവുന്നത്. അപ്പോൾ അതേ കാലഘട്ടത്തിൽ തന്നെ ഈ പറഞ്ഞ ഫൗലേഹ് ഹൈറാബാദിൻ്റെയൊക്കെ ആ ഒരു പരമ്പരയിൽ നിന്നുകൊണ്ട് ഫൗലേഹ് ഹൈറാബാദിൻ്റെ സപ്പോർട്ട് ചെയ്തിരുന്ന ഒരു പണ്ഡിതനായിരുന്നു അഹമ്മദുല്ലാ ഖാൻ ബറേൽവിയുടെ വല്യപ്പയായിരുന്ന റാസ അലി ഖാൻ. അപ്പോൾ ഈ ഫൗലേഹ് ഹൈറാബാദിൻ്റെ ആ ഒരു സിൽസിലയാണ് പിന്നീട് അഹമ്മദുല്ലാ ഖാൻ ബറേൽവിയുടെ കടന്നു വന്നിട്ട് അത് ബറേൽവി മസ്ലക്കായിട്ട് രൂപം കൊള്ളുന്നത്. അപ്പോൾ അഹമ്മദുല്ലാ ഖാൻ ബറേൽവിൻ്റെ മിഷൻ എന്തായിരുന്നു വെച്ചാൽ, ബ്രിട്ടീഷ് ഇന്ത്യ ഉണ്ടായിരുന്ന കാലഘട്ടത്തിൽ പലതരത്തിലുള്ള അനിസ്ലാമികമായ പ്രവണതകൾ വ്യാപിച്ചു കഴിഞ്ഞ സമയമായിരുന്നു. ഒരു ഭാഗത്ത് മോഡേണിസ്റ്റ് ചിന്താഗതി, അത് സർ സയ്യിദ് അഹമ്മദ് ഖാനെ പോലുള്ള പണ്ഡിതന്മാരുടെ കീഴിലായിട്ട് മോഡേണിസ്റ്റ് ചിന്താഗതി രംഗത്ത് വന്നു. അതുപോലെ തന്നെ അന്നത്തെ കാലഘട്ടത്തിൽ നദ്വത്തുൽ ഉലമ, അത് പഴയ കാലത്തെ നദ്വത്തുൽ ഉലമ എന്ന് പറഞ്ഞാൽ അത് വളരെ ബ്രിട്ടീഷ് ഗവൺമെൻറ്റിൻ്റെ ഒരു ചട്ടുകമായി തീരുകയും അതിൽ പലതരത്തിലുള്ള ഫിത്തനകൾ അതുപോലെ പുറപ്പെടുകയും ചെയ്യുന്ന ഒരു സാഹചര്യം. നദ്വത്തുൽ ഉലമ സത്യത്തിൽ പണ്ട് കാലത്ത് ബറേൽവി ഉലമാക്കൾ മാത്രമല്ല ദൈവബന്ദി ഉലമാക്കളും എതിർത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഏറ്റവും ശക്തമായ പ്രതിരോധം അതിനുണ്ടാക്കിയത് അഹമ്മദുല്ലാ ഖാൻ ബറേൽവി ആയിരുന്നു. അതുപോലെ തന്നെ വഹാബിസത്തിൻ്റെ ധാരകൾ ഒക്കെ സമൂഹത്തിൽ വ്യാപിച്ച് പലതരത്തിലെ ഫിത്നകൾ വ്യാപിച്ച സമയത്ത് അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിൻ്റെ യഥാർത്ഥ ആദർശത്തിനെ ഇവിടെ സ്ഥാപിക്കുക എന്നുള്ള ലക്ഷ്യത്തിൽ ഒരു കലമി ജിഹാദാണ് സത്യത്തിൽ മഹാനരായിട്ടുള്ള അഹമ്മദുല്ലാ ഖാൻ ബറേൽവി രംഗപ്രവേശനം ചെയ്തിട്ട് ആരംഭിച്ചത്. അദ്ദേഹം ഈ വിഷയത്തിൽ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിൻ്റെ മസ്ലക്കിനെ വ്യക്തമായ രീതിയിൽ വിശദീകരിച്ചുകൊണ്ട് ഗ്രന്ഥങ്ങൾ എഴുതുകയും അതുപോലെ തന്നെ അതിനെതിരായിട്ടുള്ള ആളുകൾക്കെതിരിൽ വളരെ ശക്തമായ രീതിയിൽ അദ്ദേഹത്തിൻ്റെ പേന ചലിപ്പിക്കുകയും ചെയ്തുകൊണ്ടൊരു ഒരു പരിശ്രമം ആരംഭിച്ചു. അങ്ങനെ അദ്ദേഹം നടത്തിയ ആ ഒരു പരിശ്രമത്തിലേക്ക് ചേർത്തിക്കൊണ്ടാണ് അദ്ദേഹത്തിനെ സ്നേഹിക്കുന്നവർ മസ്ലക്ക് ആല ഹസ്രത്ത് അല്ലെങ്കിൽ ബറേൽവി മസ്ലക്ക് എന്നൊക്കെ പറയാം. ബറേൽവി മസ്ലക്കാണ് ഈ അഹമ്മദുല്ലാ ഖാൻ ബറേൽവിൻ്റെ സ്ഥലം എന്ന് പറയുന്നത് ബറേൽവി ഷെരീഫാണ്. അപ്പോൾ അദ്ദേഹത്തിനുള്ള സ്നേഹത്തിൻ്റെ പേരിൽ അവർ ആ സ്ഥലത്തിലേക്ക് ചേർത്ത് ബറേൽവികൾ എന്ന് അവരെക്കുറിച്ച് വിളിക്കുന്നുണ്ട്. ഇതാണ് ശരിക്കും ബറേൽവി മക്തബത്തുൽ ഫിക്റിൻ്റെ ചരിത്രം. ഇനി ദൈവബന്ദി മസ്ലക്കിനെ സംബന്ധിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഇതേ 1857 തന്നെ നടന്ന ഒരു വലിയൊരു യുദ്ധമാണ് ഷംലി യുദ്ധം എന്ന് പറയുന്നത്. ഷംലി യുദ്ധം എന്ന് പറഞ്ഞാൽ 1857 ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ശിപ്പായി ലഹള എന്ന പേരിൽ അറിയപ്പെട്ട പോരാട്ടം. അതിൽ പല സ്ഥലങ്ങളിൽ പോരാട്ടങ്ങൾ നടന്നിട്ടുണ്ടായിരുന്നു. അതിൽ പല സ്ഥലങ്ങളിൽ പോരാട്ടം നടന്നതിൽ ഒരു ഭാഗമായി കൊണ്ട് ഥാനാഭവൻ എന്ന് പറയുന്ന സ്ഥലത്തും അന്നത്തെ കാലഘട്ടത്തിൽ മുസ്ലിമീങ്ങൾ ഒരുമിച്ച് കൂടിയിട്ട് ബ്രിട്ടീഷുകാർക്കെതിരെ വലിയൊരു പോരാട്ടം നടത്തി. അങ്ങനെ ആ ഥാനാഭവനിൽ 3 വ്യക്തിത്വങ്ങൾ പ്രധാനമായിട്ടും ഉണ്ടായിരുന്നു. ഒന്ന് ഹാജി ഇംദാദുല്ലാ സാഹിബ് മുഹാജിർ മക്കി, മറ്റൊന്ന്
റഷീദ് അഹമ്മദ് ഗംഗോഹി, അതുപോലത്തെ മൂന്നാമത്തെ ആൾ കാസിം നാനൂത്തവി. കാസിം നാനൂത്തവി ആയിരുന്നു അന്ന് മുസ്ലിം സൈന്യത്തിൻ്റെ കമാൻഡർ ഇൻ ചീഫ്. റഷീദ് അഹമ്മദ് ഗംഗോഹി കാവുകയായിരുന്നു. അങ്ങനെ അവർ ബ്രിട്ടീഷ് ഗവൺമെൻറ്റിനെ ആയിട്ട് യുദ്ധത്തിൽ അവർ വിജയം കാണുകയും, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ അവർ വിജയം കാണുകയും അവിടെ അവർ ഒരു ശക്തമായ ചെറുത്തുനിൽപ്പ് അവിടെ ഉണ്ടാക്കുകയും ചെയ്തു. പക്ഷേ പിന്നീട് ഈ പറഞ്ഞ താനാഭവനിൽ ഒരുമിച്ച് കൂടിയ സംഘത്തിൽ ഹാഫിദ് ദാമിൻ എന്ന് പറയുന്ന വലിയൊരു പണ്ഡിതനുണ്ടായിരുന്നു, വലിയൊരു മഹാനരുണ്ടായിരുന്നു. അദ്ദേഹം പിന്നീട് ബ്രിട്ടീഷുകാരുമായുള്ള പോരാട്ടത്തിൽ ഷഹീദാക്കപ്പെടുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ഹാഫിദ് ദാമിൻ ഷഹീദിൻ്റെ വഫാത്തോട് കൂടിയിട്ട് പിന്നെ സാഹചര്യങ്ങൾ നേരെ മാറി മറിഞ്ഞു. അങ്ങനെ ബ്രിട്ടീഷുകാർ താനാഭവൻ പിടിച്ചെടുക്കുകയും ഇംദാദുള്ള സാഹിബ് മുഹാജിർ മക്കിനെ എന്ത് ചെയ്തു, ഇവിടെ മക്കയിലേക്ക് നാട് കടത്തുകയും ചെയ്തു. അങ്ങനെ ഈ ഒരു പരിശ്രമം അമ്പെ പരാജയപ്പെട്ട് നിൽക്കുന്ന സമയത്ത് 1866 കാലഘട്ടത്തിൽ കാസിം നാനൂത്തവി എന്ന് പറയുന്ന പണ്ഡിതനാണ് ഈ ദാറുൽ ദെയ്യൂബന്ദ് എന്ന് പറയുന്ന ഒരു സ്ഥാപനം സ്റ്റാർട്ട് ചെയ്യുന്നത്. എന്ന് വെച്ചാൽ ഇൽമുകൾ പ്രചരിപ്പിച്ച് കൊടുത്തിട്ട് ഇസ്ലാം തകർച്ചയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്, ദീനിയായ അവസ്ഥ തകർച്ചയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് എന്ന് തിരിച്ചറിവ് വന്നപ്പോൾ ദീനിനെ രക്ഷിക്കുക എന്നുള്ള ലക്ഷ്യം വെച്ചുകൊണ്ട് അദ്ദേഹം സ്ഥാപിച്ച ഒരു സ്ഥാപനമാണ് ദാറുൽ ദെയ്യൂബന്ദ് 1866. അതിൽ നിന്നാണ് ദെയ്യൂബന്ദി മസ്ലക്ക് എന്ന് പറയുന്ന ധാര രൂപം കൊള്ളുന്നത്. പിന്നീട് എന്ത് സംഭവിച്ചു വെച്ചാൽ ഈ രണ്ട് ധാരയുള്ള പണ്ഡിതന്മാർ, ബറേൽവി ധാരയും ദെയ്യൂബന്ദി ധാരയിലെ രണ്ട് പണ്ഡിതനും വളരെ വലിയ ശത്രുക്കളായി മാറുകയാണ് ചെയ്തത്. അവർ തമ്മിൽ വലിയ വലിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. ആ പ്രശ്നങ്ങൾക്ക് പല കാരണങ്ങളുണ്ട്. പക്ഷേ എൻ്റെ പഠനത്തിൽ നിന്ന് മനസ്സിലായിട്ടുള്ളൊരു കാര്യം എന്താ വെച്ചാൽ ഈ രണ്ട് ധാരകൾ തമ്മിലടിക്കാനുള്ള പരിശ്രമത്തിൽ ബ്രിട്ടീഷുകാർ കളിച്ചിട്ടുണ്ട് എന്നുള്ള ഒരു സംശയം നമുക്ക് ഉണ്ട്. അത് വേറെ തന്നെ ഒരു വിഷയമായിട്ട് നമ്മൾ ചർച്ച ചെയ്യേണ്ട ഒരു കാര്യമാണ്. കാരണം ബ്രിട്ടീഷുകാർ ഈ പറഞ്ഞ വിഷയത്തിൽ എന്ത് ചെയ്തിട്ടുണ്ട്, ഈ പറഞ്ഞ ഗ്രൂപ്പിനെതിരിൽ അടിയിൽ കൂടുതൽ കളികൾ നടന്നിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം. കാരണം എന്താ വെച്ചാൽ ഈ പല കാര്യങ്ങൾ അതിന് ചില കാരണങ്ങളൊക്കെ ഉണ്ട്, അതിലേക്ക് പോകുമ്പോൾ നമ്മൾ ചർച്ച നീണ്ടുപോകും. അപ്പോൾ എന്തോ ആവട്ടെ, ഈ പറഞ്ഞ രണ്ട് മക്തബത്തുൽ ഫിക്ർ അങ്ങനെയാണ് നിലവിൽ വരുന്നത്. അപ്പോൾ നിങ്ങളെ ചോദ്യത്തിനുള്ള മറുപടി ആയി എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇൻഷാ അല്ലാഹ് പിന്നീട് നമ്മൾ നിങ്ങളുടെ കൂടുതൽ സംശയങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല മറുപടി പറയാൻ തൗഫീഖ് നൽകട്ടെ. ആമീൻ ആമീൻ ബിറഹ്മതിക അർഹമർ റഹീമീൻ. വസ്സലാമു അലൽ മുർസലീൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.